ലോകരാഷ്ട്രീയം ഒരു ചെസ് ബോർഡ് പോലെയാണ്. ഓരോ നീക്കവും അടുത്ത നീക്കത്തെയും അതിന്റെ ഫലത്തെയും നിർണ്ണയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചപ്പോൾ അത് റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി പുതിയ നയതന്ത്ര പാതകൾ തുറക്കാൻ ഇന്ത്യക്ക് അവസരമൊരുക്കി. താരിഫ് യുദ്ധവും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരുള്ള ഭീഷണികളും അമേരിക്കയുമായുള്ള ബന്ധത്തിന്റെ വിള്ളലുകൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പുതിയൊരു ഭൗമരാഷ്ട്ര സമവാക്യം സൃഷ്ടിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും നടത്തിയ ഉന്നതതല കൂടിക്കാഴ്ചകൾ ഈ പുതിയ തന്ത്രത്തിന്റെ വ്യക്തമായ സൂചനകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മടങ്ങിവരവ് ആഗോളതലത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ലോകരാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ താരിഫ് യുദ്ധം ഒരു വലിയ സാമ്പത്തിക തിരിച്ചടിയായിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തുകയും ചെയ്തത് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം വഷളാക്കി. വ്യാപാര കരാറുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾക്കിടയിൽ 50% താരിഫ് ഏർപ്പെടുത്തിയത് വലിയ നിരാശയുണ്ടാക്കി. ഒരു എളുപ്പ വിജയമായി ഇന്ത്യയെ ട്രംപ് കണ്ടിരിക്കാം. എന്നാൽ ഇത് ഇന്ത്യൻ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നയതന്ത്ര നിലപാടുകൾ പുനർപരിശോധിക്കാൻ പ്രേരിപ്പിച്ചു. ട്രംപിന്റെ ഈ നീക്കങ്ങൾ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ഇന്ത്യക്ക് ഒരു അവസരം നൽകി. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ നീക്കങ്ങളെ ആശങ്കയോടാണ് നോക്കിക്കാണുന്നത്. കാരണം റഷ്യയുമായും ചൈനയുമായും ആഴത്തിലുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാനും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ മാസാവസാനം മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യും. അതിനുശേഷം ഷീ ജിൻപിങ്ങിനെ കാണാനായി ചൈനയിലേക്ക് പോകും. ഈ ഉന്നതതല കൂടിക്കാഴ്ചകൾ ഭൗമരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യക്ക് റഷ്യയുമായി വലിയ വ്യാപാര കമ്മിയുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ തോതിൽ വിലക്കിഴിവുള്ള എണ്ണ വാങ്ങിയത് ഈ കമ്മിക്ക് പ്രധാന കാരണമാണ്. 2021 $1 ബില്യൺ ആയിരുന്ന ഇന്ത്യ റഷ്യ വ്യാപാരം ഇപ്പോൾ ഏകദേശം $71 ബില്യൺ വർദ്ധിച്ചു. ഇതിൽ $65.7 ബില്യൺ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ഇന്ത്യ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ, യന്ത്രങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടു. റൂബിൾ പേയ്മെന്റ്സ് സിസ്റ്റം വഴി റഷ്യയുടെ കൈവശമുള്ള കോടിക്കണക്കിന് രൂപ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നിക്ഷേപകമായി തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് കരുത്ത് പകരും. യൂറേഷ്യൻ എക്കണോമിക് യൂണിയനുമായുള്ള FTA ചർച്ചകൾ വേഗത്തിലാക്കാൻ ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കാൻ സഹായിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിലക്കുറവ് കുറഞ്ഞതോടെ ഇന്ത്യയുടെ ഇറക്കുമതി ആവശ്യകതയും കുറയുകയാണ്. ഇത് പരിഹരിക്കാൻ റഷ്യ വീണ്ടും കൂടുതൽ വിലക്കുറവുകൾ വാഗ്ദാനം ചെയ്യാനും സാധ്യതയുണ്ട്. റഷ്യയുമായുള്ള ബന്ധം പോലെ തന്നെ ചൈനയുമായുള്ള ബന്ധവും മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ട്രംപിന്റെ താരിഫ് ഭീഷണി ഈ നീക്കത്തിന് ആക്കം കൂട്ടി. ഗാൽവാൻ സംഭവത്തിനു ശേഷം ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഇത് $100 ബില്യൺ വരുന്ന വ്യാപാര കമ്മി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. കൂടാതെ കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചു. ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകി. നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു. ഈ നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പുതിയ വിശ്വാസം വളർത്താൻ സഹായിക്കുമെന്നും സാമ്പത്തിക സഹകരണത്തിലൂടെ അതിർത്തിയിലെ സൈനിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഇന്ത്യ വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്ത്രം വ്യക്തമാണ്. ഭൗമരാഷ്ട്രീയത്തിൽ സ്ഥിരമായ സുഹൃത്തുക്കളില്ല, താൽപര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ അസ്ഥിരത സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി റഷ്യയും ചൈനയുമായി അടുക്കുകയാണ്. ഈ നീക്കങ്ങൾ ഹ്രസ്വകാലത്തേക്ക് ഗുണകരമായേക്കാം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ബന്ധങ്ങൾ എത്രത്തോളം സുസ്ഥിരമായിരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇന്ത്യയുടെ നീക്കം ഒരു താൽക്കാലിക പരിഹാരമാണോ അതോ പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം.